السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇന്നലെ ബുധനാഴ്ച നമ്മൾ ഓതിയ സമയത്ത് ഹജ്ജിന്റെ റുക്നുകളിൽപ്പെട്ട ഒന്നാമത്തെ റുക്കിനാണ് നാം ഓതിയത്. അഥവാ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന നിയ്യത്ത് അഥവാ ഇഹ്റാം ചെയ്യൽ. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി. ഇനി രണ്ടാമത്തേത് വസാനിഹ, ഹജ്ജിന്റെ അർക്കാനുകളിൽപ്പെട്ട രണ്ടാമത്തെ റുക്കിന്. ആകെ 6 റുക്കിനുകളാണ് ഹജ്ജിനുള്ളത്. അതിൽ രണ്ടാമത്തേത് വുഖൂഫുൻ ബി അറഫത, അറഫയിൽ നിൽക്കൽ എന്നാണ് വാക്കിന് നേരർത്ഥമെങ്കിലും ഐ ഹുദൂറുഹു എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അതിനെ തഫ്സീർ ചെയ്തത്. അതായത് നിൽക്കുക എന്നത് ഷർത്തല്ല, മറിച്ച് അറഫയുടെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ഹാജറാവുക, ഹാജറുണ്ടാവുക എന്നേ ഉള്ളൂ. എന്നാ പിന്നെ വുഖൂഫ് എന്ന് പറയാൻ കാരണം ഒന്ന്, അങ്ങനെയാണ് ഹദീസുകളിൽ ഒക്കെ പ്രയോഗിച്ചത്. അപ്പൊ ആ നിലക്ക് ബർക്കത്തിന് വേണ്ടി ആ വാക്ക് ഉപയോഗിച്ചു. മറ്റൊന്ന്, അറഫയിൽ സാധിക്കുന്നവരൊക്കെ നിൽക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ടാണ് വുഖൂഫുൻ ബി അറഫ എന്ന് പറഞ്ഞ. അറഫയിൽ നിൽക്കുകയാണ്, നിൽക്കാൻ കഴിയുന്നവർക്ക് നിൽക്കൽ മുഅക്കദായ സുന്നത്താണ്. അതോടുകൂടി ഹദീസിൽ വന്ന പ്രയോഗങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഷർത്തായി പറയണമെങ്കിൽ അതിന്റെ ഉദ്ദേശം, അർത്ഥം റുക്ന് കിട്ടാൻ ആ സ്ഥലത്ത് ഹാജറായാൽ മതി. അറഫയിൽ എവിടെ? ബി അയ്യി ജുസ്ഇൻ മിൻഹാ, ആ അറഫയുടെ ഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്ത്. അറഫയുടെ 4 അതിരുകൾ കൃത്യമാണ്, ചുറ്റളവുകൾ വളരെ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചുറ്റളവിന്റെ ഉള്ളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹാജറാകുക എന്നതാണ് രണ്ടാമത്തെ ഷർത്ത്. ഈ ഹാജറാകുക എന്ന് പറയുന്നത് റുക്ന് വീടാൻ വലൗ ലഹ്ളത്തൻ, ഒരു സെക്കൻഡ് സമയമാണെങ്കിലും റുക്ന് വീടും. ഹജ്ജിന്റെ അർക്കാനുകളിൽപ്പെട്ട രണ്ടാമത്തെ റുക്നാവുന്ന അറഫയിൽ ഹാജറാവുക എന്ന റുക്ന് സഹിയാകാൻ അറഫന്റെ പരിധിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സെക്കൻഡ് സമയം സന്നിഹിതനായാലും ആ റുക്ന് വീടും. ആ സന്നിഹിതനാകുന്നത് വൈൻകാന, ഈ ഹാജറായ വ്യക്തി ആയിരുന്നാലും നായിമൻ, ഉറങ്ങുന്നവനാ, എന്നാലും കുഴപ്പമില്ല. അതായത് വണ്ടി ഇങ്ങനെ അറഫന്റെ സമയത്ത് എത്തിയപ്പം പിന്നെ ഉറക്കത്തിലാ. അത് കഴിഞ്ഞ് അറഫയിൽ നിന്നിട്ട് വണ്ടി പുറത്തു പോരുകയും ചെയ്തു, അപ്പോഴും പിന്നെ ഉറക്കത്തിലാണ്, എന്നാലും ഹജ്ജ് കിട്ടും. ഇനി അതല്ലെങ്കിൽ അത് മാറൻ, അറഫയിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നോണമെന്നുണ്ടോ, ആവൂല്ല. അങ്ങനെ നടന്നു പോകുന്നവനായാലും മതി. അറഫയിൽ കൂടെ അങ്ങനെ ഒരു തലക്ക് കയറിയിട്ട് നടന്ന് അങ്ങനെ അപ്പുറത്തു കൂടെ പോയി, എന്നാലും മതി. അതല്ലെങ്കിൽ അത് ഉറക്കത്തിലായാലും മതി. ഒരു സെക്കൻഡ് സമയമെങ്കിലും അറഫയുടെ അതിർത്തിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹാജറാകണം. ഈ അറഫ രണ്ടാമത്തെ റുക്നാണ് എന്ന് പറഞ്ഞതിന്റെ തെളിവ് ലിഖബരി തുർമദി, ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഹദീസിന് വേണ്ടി. എന്താണ് ഹദീസ്? അൽ ഹജ്ജു അറഫത്തു, അൽ ഹജ്ജു, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറഫത്തു, അറഫയാവുന്നു. ഹജ്ജ് അർഫ മാത്രമാണ് എന്നർത്ഥത്തിനല്ല, അങ്ങനെ ഖസ്റിന്റെ അർത്ഥമല്ല, മറിച്ച് അൽ ഹജ്ജു എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മുഖ്യമായ ഭാഗം, മുഴുവൻ എന്നർത്ഥം അറഫയാണ്. ഇതുപോലെ അദ്വാഉ മുഖുൽ ഇബാദ, അദ്വാഉ മുഖുൽ ഇബാദ എന്നൊക്കെ പറയും പോലെ ദുആ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ദുആ മാത്രമാണ് ഇബാദത്ത് എന്നർത്ഥം അവിടെ കിട്ടൂലല്ലോ. എന്നതുപോലെ അറഫ മാത്രമാണ് ഹജ്ജ് എന്നല്ല, അറഫയാണ് ഹജ്ജിന്റെ ഏറ്റവും മുഖ്യമായ ഭാഗം എന്നർത്ഥം. ആട്ടെ, അറഫയുടെ അതിർത്തിയിൽപ്പെട്ട സ്ഥലത്ത് ഒരു ലഹളത്ത് സമയമെങ്കിലും ഉണ്ടാകുക, ഹാജറാകുക. അത് ഉറക്കത്തിലാവട്ടെ, അതിലൂടെ കടന്നു പോകുന്നവനായിട്ട് ഏതായാലും മതി അറിഞ്ഞു. പക്ഷേ അറഫൽ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണ്. വലൈസ മിൻഹ, അറഫയിൽപ്പെട്ടതല്ല മസ്ജിദ് ഇബ്രാഹിം അലൈഹിസ്സലാം, മസ്ജിദ് ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്ന അറഫയുടെ തുടക്കത്തിലുള്ള പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോ വിശദമായി തന്നെ പറയേണ്ടതുണ്ട്.
നിലവിലുള്ള മസ്ജിദ് ഇബ്രാഹിം എന്ന് പറയുന്ന അറഫയിലെ പള്ളിയിലെ മുൻഭാഗം ഖിബിലയുടെ ഭാഗം ഇമാമ് ഖുതുബത്ത് ഓതുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന ആ ഭാഗം അറഫയിൽപ്പെട്ടതല്ല. എന്നാൽ പള്ളി വികസിപ്പിച്ച് വലുതാക്കി വളരെ ബേക്കിലേക്ക് നീട്ടിയിട്ടുണ്ട്. ആ നീട്ടിയ സ്ഥലങ്ങളൊക്കെ അറഫയിൽപ്പെട്ടതാണ് താനും. അതുകൊണ്ട് ആ വികസിപ്പിച്ച ബേക്കിലെ ഭാഗങ്ങളിൽ സ്ഥലം കിട്ടിയ ഒരാൾ അവിടെ ഇരുന്നാൽ അറഫ കിട്ടും. അതേ സമയത്ത് മസ്ജിദ് ഇബ്രാഹിമിന്റെ മുൻവശം ഇമാമ് നിൽക്കുന്ന ഖിബ്ലയോടടുത്ത ഭാഗം അവിടെ നിന്നാൽ അറഫയാവൂല, പള്ളിക്ക് ഇങ്ങോട്ട് അറഫന്റെ മണ്ണിലേക്ക് തന്നെ പോരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പഴയ പള്ളി ഇന്നത്തെ അവസ്ഥയിൽ മുൻഭാഗം അറഫയുടെ പുറത്തും പുറകുവശങ്ങളൊക്കെ അറഫയിൽപ്പെട്ട സ്ഥലവുമാണ്. അതാണ് ഈ അറഫയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലത്തുള്ള ഈ മസ്ജിദ് ഇബ്രാഹിം പൂർണ്ണമായി അറഫയിൽപ്പെട്ടതല്ല, കുറെ ഭാഗം അറഫന്റെ പുറത്താണ് എന്ന് പറയാൻ കാരണം അവിടെ നിന്നാ പോരാന്നർത്ഥം. അതുപോലെ തന്നെ വല നെമിറത്തു, ഈ അറഫയുടെയും മുസ്ദലിഫയുടെയും ഇടയിൽപ്പെട്ട, മുസ്ദലിഫ മുഴുവൻ ഹറമാണ്. ഹറമ് കഴിഞ്ഞിട്ട് അറഫയിൽ കിടക്കുന്നതിന്റെ ഇടയ്ക്കുള്ള ചെറിയൊരു സ്ഥലമാണ് നെമിറ. ഈ നെമിറയും അറഫയിൽപ്പെട്ടതല്ല, എന്നാൽ അത് ഹറമിൽപ്പെട്ടതും അല്ല. അവിടെ നിന്നാലും പോരാൻ. അറിവില്ലാത്തതിന്റെ പേരിൽ എത്രയോ ആളുകൾ അറഫയിലേക്ക് അങ്ങോട്ട് കടക്കാതെ ഈ നെമിറ പ്രദേശത്ത് നിൽക്കാറുണ്ട്. അവിടെ നിന്നാൽ ഹജ്ജ് കിട്ടൂല. അപ്പോ മസ്ജിദ് ഇബ്രാഹിമിന്റെ മുൻവശവും നെമീറയും ഒന്നും, അതുപോലെ തന്നെ അപ്പുറത്ത് പറഞ്ഞിട്ട് വാദിയോർണ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, അതും ഒന്നും അറഫയിൽപ്പെട്ടതല്ല. അറഫയിൽപ്പെട്ട സ്ഥലത്ത് നിൽക്കണം, എവിടെ നിന്നാലും മതി റുക്കിന് കിട്ടാൻ. എന്നാൽ വല്ലഫുദലു, ഫർള് വീടാൻ അത് മതിയെങ്കിലും ഏറ്റവും ഉത്തമമായത് ലിദ്ദക്കരി, പുരുഷന്മാരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായത് തഹരി മൗഖിഫിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിന്ന് ആ പുണ്യസ്ഥലത്തെ ശ്രദ്ധിച്ച് അവിടെ എത്താൻ ശ്രമിക്കൽ നല്ലതാണ്. അതെവിടെ അത് ആ മൗഖിഫ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നത് എന്ന് പറഞ്ഞാൽ എന്താ? സഹറാത്തിൽ മഅറൂഫ, അറഫക്കുന്നിന്റെ താഴ്വരയിലായി, നന്ന നിലത്തല്ലാതെ താഴത്ത് നിരപ്പായ പാറക്കെട്ടുകളുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയാവുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നത്. ആ മലന്റെ മോളിൽ കയറിയിട്ടില്ല. മോളിൽ കയറൽ സുന്നത്തിൽപ്പെട്ടതല്ല. അത് ഹറാമാണെന്ന് പറയാൻ പറ്റൂലെങ്കിലും അത് ബിദ്അത്തായ ഒരു ആചാരമാണ് എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്, മോളിലോട്ട് കയറൽ. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന ആ മലയുടെ ഏകദേശം താഴ്ഭാഗത്തുള്ള ആ പരന്ന പാറകളുള്ള ആ സ്ഥലത്താണെങ്കിൽ അത് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി സുന്നിയത്ത് അറഫത്തു, അറഫക്ക് അറഫാൻ എന്താ പേര് വെക്കാൻ കാരണം? തീല പല അഭിപ്രായങ്ങളാണ് ഇത്. അതിന് പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും പ്രധാനമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, എന്നാൽ ചില ചരിത്ര ശകലങ്ങളും ചില വൈഫായ ഉദ്ധരണികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ കൗലും. അതുകൊണ്ടാണ് ഒന്നും പറയാതെ തീലാന്ന് പറയാൻ കാരണം. അന്ന ആദമ ഹവ്വ, മഹാനായ ആദം നബി അലൈഹിസ്സലാമും അവിടുത്തെ പ്രിയപത്നിയായിരുന്ന ഹവ്വ റളിയല്ലാഹു തആല അൻഹയും തആറഫ, അവർ പരസ്പരം അറിഞ്ഞത് ബിഹ, ആ അറഫ ശരീഫിൽ വെച്ചിട്ടാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗലോകത്തിൽ നിന്നിട്ട് ഇറക്കപ്പെട്ടത് ഇന്ത്യയുടെ അക്കാലത്തെ ഭാഗമായിരുന്ന സിലോണിലെ ആദം മലയിലാണ്. ഉമ്മ ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ ഇറക്കപ്പെട്ടിരുന്നത് ജിദ്ദയിലുമാണ്. അങ്ങനെ അവരങ്ങനെ അന്വേഷിച്ച് എത്തിപ്പെട്ട് ലാസ്റ്റ് രണ്ടുപേരും കൂടി ഒരുമിച്ച് കൂടി പരസ്പരം അറിഞ്ഞത് അറഫയിൽ വെച്ചതായതുകൊണ്ട് ആ സ്ഥലത്തിന് അറഫ എന്ന് പറയുന്നു എന്നൊരു അഭിപ്രായം. ആ അഭിപ്രായം അനുസരിച്ച് തന്നെ മുസ്ദലിഫയുടെ പേര് ജംഅ എന്നാണ് സാധാരണ ഇമാമിങ്ങളൊക്കെ പറയാം, ജംഅ. അതിന്റെ കാരണം അങ്ങനെ വൈകുന്നേര സമയത്ത് പരിശുദ്ധമായ അറഫയിൽ വെച്ചിട്ട് ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവി റളിയല്ലാഹു തആല അൻഹയും പരിചയപ്പെട്ടു, കണ്ടുമുട്ടി. അതിനുശേഷം അവർ തിരിച്ചു വരുന്ന വഴിയിൽ രാത്രിയായപ്പോ അന്ന് ഭൂമിയിൽ വെച്ച് ബാപ്പ ആദം നബി അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു തആല അൻഹയും കൂടി ഒരുമിച്ച് കൂടി ആദ്യ രാത്രി പങ്കിട്ട
സ്ഥലമാണ് മുസ്ദലിഫ. അതുകൊണ്ടാണ് അതിന് ജംഅ എന്ന് പറയുന്നത് എന്നും ചരിത്രത്തിൽ കാണാം എന്നുള്ള വേറെയും പല കാരണങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് കഅബ ശരീഫ് നിർമ്മിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സഹകരണത്തോടു കൂടി ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ഹജ്ജിന്റെ മനാസിക്കുകളെല്ലാം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ലാസ്റ്റ് അറഫ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അറഫ്തു, അതെ എനിക്കൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞത് ഈ സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അറഫ എന്ന് പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വേണ്ടിയില്ല, ആ സ്ഥലത്തിന് പേര് അറഫാണ്. പേര് വരാൻ കാരണം ഇങ്ങനെയൊക്കെ ആവാം. ചെയ്യേണ്ട സമയം എവിടെ മുതലാണ്? ബൈന സവാലി ലിശംസി യൗമ അറഫ. അറഫ ദിവസത്തെ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന്റെയും പിന്നെ വബൈന തുലൂഇ ഫജ്രി യൗമി നഹ്രിൻ, അങ്ങനെ പിന്നെ പറയാം ബാക്കി. ബലിപെരുന്നാളിന്റെ രാത്രി കഴിഞ്ഞ് ഫജ്ർ സ്വാദിഖ് ഒഴിവാവുന്നതിന്റെയും ഇടയിലുള്ള സമയമാണ് അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് നല്ലോണം മനസ്സിലാക്കുക. അതൊരു വലിയ കൺഫ്യൂഷൻ വരുന്ന വാക്കാണ്. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്? മക്കത്തെല്ലാരും കൂടി അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം എന്നല്ല, മറിച്ച് ഈ യൗമു അറഫ എന്നത് താസിഉൽ ദുൽഹിജ്ജത്തി, ദുൽഹജ്ജ് മാസം 9. അഥവാ അങ്ങനെ പറയാൻ നോക്കണ്ട. ഉദാഹരണം പറഞ്ഞതാണ്, ഈ കൊല്ലം സൗദി അറേബ്യ പരിസരങ്ങളിലുമൊക്കെ മാസം ഞായറാഴ്ച ഒന്നായി ഉറപ്പിച്ച്, നിലാവ് കണ്ടതിന്റെ പേരിൽ ഉറപ്പിച്ചിട്ട് ഞായറോട് ഞായർ 8, തിങ്കൾ 9, ചൊവ്വാഴ്ച 10 പെരുന്നാളാണ് അവർക്ക്. അതേ സമയത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഞായറാഴ്ച, ശനിയാഴ്ച വൈകിട്ട് നിലാവ് കാണാത്തത് കൊണ്ട് ഞായറാഴ്ച ഒന്നല്ല, മറിച്ച് എവിടെയും കണ്ടതായ സ്വീകാര്യം മാസം പൂർത്തി. അപ്പോ തൗഹീദിനെ സംബന്ധിച്ച് ദുൽഹജ്ജ് 9 എന്നത് തിങ്കളാഴ്ചയാണ്. അതേസമയത്ത് ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ച് ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ പിന്നെ അവിടെ കൺഫ്യൂഷൻ വേണ്ട. തിങ്കളാഴ്ചയാണല്ലോ ഹാജിമാരൊക്കെ അറഫയിൽ നിൽക്കുന്നത്, അന്നല്ലേ അറഫ ദിവസമാവേണ്ടത് എന്ന് ഇഷ്കാല് ചോദിക്കാൻ നിൽക്കണ്ട. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9. അപ്പൊ നാം ലോകത്തിന്റെ ഏത് ഭാഗം ഉണ്ടാക്കുന്നത് ഇടത്തെ സംബന്ധിച്ച്, ആ പ്രദേശത്തെ സംബന്ധിച്ച് എന്നാണോ ദുൽഹജ്ജ് 9 നിയമപരമായി ശറഈയായ നിയമപരമായി സ്ഥിരപ്പെടുന്നത്, ആ 9 അന്നാണ് അറഫ ദിവസം. അപ്പൊ മക്കയിലൊക്കെ 9 എന്നാണോ ഖാദിമാർ അംഗീകരിച്ചത്, അനുസരിച്ച് 9 അവർ അറഫയിൽ നിൽക്കും. ലോകമറ്റത്തുള്ള എളുപ്പമനുസരിച്ച് ആ 9 നോക്കുക തുടങ്ങിയ കാര്യം ചെയ്യും. പുറത്തുകളാണ് ഇതുപോലെ നമ്മൾ പെരുന്നാളിലേക്ക് എന്നൊന്നും സംശയം ചോദിക്കേണ്ടതില്ല. ഓരോ പ്രദേശത്തുകാർക്കും അവരെ സംബന്ധിച്ച് ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് അറഫ ദിവസം. ഓക്കെ, അല്ലാതെ അജ്മിച്ചു ദിവസം ദുൽഹജ്ജ് 9 അംഗീകരിക്കപ്പെട്ട ദിവസം. അപ്പൊ എത്രയായി? ഒരു പകലിന്റെ ഉച്ച മുതൽക്ക് 100 വഖ്ത് മുതൽക്ക് ഫലവിഖ്തസറ. അപ്പോ ഒരു വ്യക്തി ചുരുക്കിയാൽ അലാമാദൂന സബഈ 7 താഴെയുള്ളതിന് മേൽ എന്ന് പറഞ്ഞാൽ 6 വട്ടം ചെയ്തു എന്നുറപ്പുണ്ട്, 7 ഉറപ്പായിട്ടില്ല, എന്നാൽ ലംയജ്സു, അത് മതിയാവൂല തന്നെ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഹനഫി മദ്ഹബിലൊക്കെ അങ്ങനെ പ്രത്യേക കൗലുള്ളത് കൊണ്ടായിരിക്കാം അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അവര് മുഅല്ലമ ചെയ്താൽ മതി, അത്രയും വാജിബ് റുക്നുള്ളൂ, ബാക്കി വാജിബാണെന്ന. അതായത് 4 വട്ടം ചെയ്താൽ പിന്നെ ബാക്കിയുള്ളത് ചെയ്താ വാജിബ് കിട്ടും, ഇല്ല 4 വട്ടം ചെയ്താലും റുക്കിന് വീടും, ഹജ്ജ് സയ്യാവുന്ന. അത് പറ്റൂല, 7 ഉറപ്പാവണം,
ഒറ്റവട്ടം കുറഞ്ഞാലും സൈ ഔല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. വലൗഷക്ക ഫി അദദിഹ, ഈ സൈന്റെ എണ്ണത്തിൽ സംശയം വന്നാൽ ഖബല ഫറാഗിഹി, പൂർത്തിയായി വിരമിക്കുന്നതിന് മുമ്പായിട്ട് 6 or 7 എന്ന് സംശയം തോന്നിയാൽ അഖദ ബിൽ അഖല്ലി, കുറഞ്ഞതുകൊണ്ട് എടുക്കണം. 6 or 7 എന്ന് സംശയിച്ചാൽ 6 എടുത്തോളണം. കാരണം എന്തുകൊണ്ടില്ല, അന്നഹുൽ മുത്തയഖ്ഖിനു, അതാണല്ലോ യഖീനാക്കപ്പെട്ട, ഉറപ്പാക്കപ്പെട്ടത്. ആ ഉറപ്പാക്കപ്പെട്ടത് എടുത്തിട്ട് ബാക്കി 7 പൂർത്തിയാക്കണം. ഇനി ഇപ്പോ ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്യലാണ് ഏറ്റവും അഫ്ളൽ എന്നും, അത് ചെയ്യാത്തവര് പിന്നെ ഇഫാദത്തിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്യണം എന്നും പറഞ്ഞല്ലോ. എന്നാൽ വമൻ സഅ, ഒരാള് സൈ ചെയ്താൽ തവാഫിൽ ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്തു, അതാണ് ഏറ്റവും അഫ്ളൽ എന്നും പറഞ്ഞു. അങ്ങനെ ചെയ്താൽ പിന്നെ ലം യുൻദബു ലഹു ഇആദത്തു സൈ, സൈയിനെ മടക്കി ചെയ്യൽ സുന്നത്താക്കപ്പെടുകയില്ല. ബഅദ തവാഫിൽ ഇഫാദത്തി, ഇഫാദത്തിന്റെ തവാഫിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്തു, പിന്നെ അറഫയിൽ പോയി, മുസ്ദലിഫ കഴിഞ്ഞു, ജംറത്തുൽ അഖബ എറിഞ്ഞു, മുടിയെടുത്തതിന് ശേഷം വന്ന് തവാഫിൽ ഇഫാദ ചെയ്തു. ഇഫാദത്തിന്റെ തവാഫിന് ശേഷം ഒരു സൈയും കൂടി ആവർത്തിച്ച് ചെയ്യൽ സുന്നത്തില്ല എന്നല്ല, ബൽ യുക്റഹു, അത് കറാഹത്താക്കപ്പെടുകയും ചെയ്യും. അത് ഹജ്ജ് ഖിറാൻ ചെയ്തെങ്കിൽ പോലും അങ്ങനെയാ. ഉംറയും ഹജ്ജും കൂടി ഒറ്റ ഹറാമിൽ ചെയ്ത് ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്താലും പിന്നെ ഇഫാദത്തിന്റെ തവാഫിന്റെ ശേഷം രണ്ടാമത് സൈ ചെയ്യൽ സുന്നത്തില്ലെന്നല്ല, കറാഹത്ത് തന്നെയാണ്. വയജിബു, ഇനി ഈ സൈയിനെ തുടങ്ങൽ വുജൂബാണ്. യബ്ദഅ ഫീഹി, ഈ സൈയിൽ തുടങ്ങൽ ഫിൽ മറത്തിൽ ഊല, ഒന്നാമത്തെ വട്ടം ബിസ്സഫ, സഫയിൽ നിന്ന് തുടങ്ങൽ നിർബന്ധമാണ്. വയഖ്തിമ ബിൽ മർവത്തി, മർവ കൊണ്ട് അവസാനിപ്പിക്കലും സുന്നത്താണ്, അല്ല വുജൂബാണ്. ഇതിൽ ഇത്തിബായി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഇബ്ദഊ ബിമാ ബദഅ അല്ലാഹ്, ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇബ്ദഊ ബിമാ ബദഅ അല്ലാഹ്, അള്ളാഹു തുടങ്ങിയത് സഫയാണ്, അവിടെ കൊണ്ട് നിങ്ങൾ സൈ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ അവസാനിപ്പിച്ചു. എന്നിട്ട് നേരത്തെ പറഞ്ഞതുണ്ടല്ലോ, ഇത് ഖുദൂ അന്നി മനാസിക്കക്കും, എങ്ങനെയാണ് ഹജ്ജ് ഉംറയുടെ അമലുകൾ ചെയ്യേണ്ടത് എന്ന് എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടുപഠിച്ചോളൂ എന്ന്. അപ്പൊ അതുകൊണ്ട് സഫയിൽ നിന്ന് തുടങ്ങലും മർവയിൽ അവസാനിപ്പിക്കലും വുജൂബാണ്. അപ്പൊ ഞാൻ ഇതിന്റെ വിപരീതമായിട്ട് ഫൈൻ ബദാബിൽ മർവത്തി, ഒരാൾ മർവയിൽ നിന്നിട്ട് ഫസ്റ്റ് തുടങ്ങിയാൽ അതുകൊണ്ട് ഹറാമിന്റെ കുറ്റം കിട്ടുന്നല്ല, ലം യുഹ്സബ് മുറൂറുഹു മിൻഹാ, ആ മർവയിൽ നിന്നിട്ടും നടന്നു പോയത് ഇല സഫ, സഫ വരെ നടന്നു പോയതും അവന് എണ്ണപ്പെടുകയില്ല. സഫ വരെ മർവയിൽ നിന്നിട്ട് തുടങ്ങിയാൽ മർവയിൽ നിന്ന് വന്നിട്ട് സഫ എത്തുന്നത് വരെ ഉള്ള അർത്ഥം എണ്ണൂല. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളതാണ് കൂട്ടുക. അപ്പോ സഫ കൊണ്ടിട്ട് തുടങ്ങണം, മറിച്ച് മർവ കൊണ്ട് തുടങ്ങിയാൽ ഹറാമിന്റെ കുറ്റം കിട്ടുന്നല്ല, മർവയിൽ നിന്ന് തുടങ്ങിയാൽ മർവയിൽ നിന്ന് പോന്നിട്ട് സഫ വരെയുള്ളത് 800 എന്നാണ്. ഇനി ഒരു വട്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? വദഹാബുഹു മിനസ് സഫ, സൊഫയിൽ നിന്നിട്ട് പോകൽ മർവത്തി, മർവ കൊള്ള പോകൽ, സൊഫയിൽ നിന്ന് തുടങ്ങിയിട്ട് മർവയിൽ എത്തിയാൽ മറത്തുൻ, അതൊരു വട്ടമായി. വഅഊദുഹു മിൻഹ, ആ മർവയിൽ നിന്നിട്ട് മടങ്ങി വരൽ ഇലായിഹി, സഫ കൊള്ള മടങ്ങി വരൽ മറത്തുൻ ഉഖ്റ, അടുത്ത വേറൊരു വട്ടവുമാണ്. അങ്ങനെ വരുമ്പോഴേ 7ാമത്തെ വട്ടം മർവയിൽ അവസാനിക്കാൻ കഴിയൂ. അല്ലാതെ ചുറ്റോട് ചുറ്റും നടക്കണ്ടാന്ന് ചില പോത്തക്കാർ അങ്ങനെ ചെയ്യലുണ്ട്. സൊഫയിൽ നിന്നാണ് തുടങ്ങിയിട്ട് തിരിച്ച് സൊഫ വരെ എത്തുമ്പോൾ ഒന്നായിട്ട് കൂട്ടും. അങ്ങനെ 7 14 വട്ടം നടക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, അത് ശരിയില്ല. മറിച്ച് സൊഫയിൽ നിന്നിട്ട് മർവയിൽ എത്തുമ്പോൾ ഒന്നായി, മർവയിൽ നിന്ന് സൊഫയിൽ തിരിച്ചെത്തുമ്പോൾ 2ആയി എന്നർത്ഥം. ഇനി വൈസന്നു സുന്നത്താക്കപ്പെടും ഇതൊക്കെ ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് സൊഫ കുന്നിന്റെ മേലിൽ കയറല്, വൽ മർവത്തി, മർവ കുന്നുമ്മലും ഖദ്റ ഖാമത്തിൻ, ഒരാളുടെ ഉയരം വരെ കയറൽ സുന്നത്തുണ്ട്. സ്ത്രീകൾക്കതില്ല, അതിന്റെ താഴെ വരെ എത്തിയാൽ മതി, അതിർത്തിയിലെത്തിയിട്ട് തിരിച്ചു പോകാൻ അവർ മേപ്പോട്ട് കയറേണ്ടതില്ല. രണ്ടാമത് ഈ സഫാ മർവയ്ക്കിടയിൽ സയ്യിന്റെ ആദ്യ ഭാഗത്ത് സാധാരണ പോലെ നടക്കുക, വാഹറഹു സയ്യിന്റെ അവസാന ഭാഗത്തും നടക്കുക, വയഅദു വദ്ദക്കറു, പുരുഷന്മാര് ഓടുക, നന്ന സാധാരണ ഓട്ടമല്ല, ഒരു തരത്തിലുള്ള ഓട്ടം, ഫിൽ വസ്തി, മധ്യത്തിൽ,
വമഹല്ലുഹുമ സാധാരണഗതിയിൽ നടക്കേണ്ട സ്ഥലവും പ്രത്യേകം ഓടേണ്ട സ്ഥലവും മാറൂഫുൻ അതൊക്കെ പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ പച്ചടയാളം ഇപ്പൊ പച്ച ലൈറ്റാണ്. പച്ച ലൈറ്റ് തുടങ്ങിയിട്ട് അങ്ങേ തലയ്ക്ക് പച്ച ലൈറ്റ് അവസാനിക്കുന്നതിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഈ പുരുഷന്മാർ ഓടേണ്ടത്. ബാക്കിയുള്ള സ്ഥലമൊക്കെ നടക്കേണ്ടതുമാണ്. വഹാമിസുഹ അഞ്ചാമത്തെ റുക്കിന് ഇസാലത്ത് ശരീരം മുടി നീക്കലാണ്. എവിടുന്ന് മുടി നീക്കണം? മിനർ റസി തലയിൽ നിന്നിട്ടുള്ള മുടി നീക്കുകയാണ് വേണ്ടത്. എങ്ങനെ നീക്കുക? ബിഹൽക്കിൻ ഒരു പക്ഷേ വടിച്ചു കളഞ്ഞുകൊണ്ടോ ഔ തഖ്സീരിൻ അല്ലെങ്കിൽ വെട്ടലുകൊണ്ടോ, രണ്ടേക്കും ആവാം. മുഹല്ലിഖീന റൂസുക്കും മുഖസ്സിരീൻ എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. മുടി കളയുന്നവരായിട്ടും മുടി വെട്ടുന്നവരായിട്ടും രണ്ടും പറ്റും. എന്തിനാണ് ഇങ്ങനെ മുടി നീക്കുന്നത്? വെട്ടിയിട്ടോ കളഞ്ഞിട്ടോ നീക്കുന്നതിൽ തവഖുഫി തഹല്ലുലി അലൈഹി, മുടി നീക്കുന്നതിന്മേൽ നിലനിൽക്കുന്നു തഹല്ലുൽ. ഇഹ്റാം ചെയ്ത് ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് ഹലാലാവാൻ വേണ്ടി തഹല്ലുലാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് മുടി മുറിക്കുക എന്നത്. എന്നാൽ എത്രയാണ് വേണ്ടത്? അഖലുമാജ്ഉ, ഈ തഹല്ലുലാവാൻ മതിയാവുന്നതിൽ നിന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് സലാസു ഷഅറാത്തിൻ, 3 മുടി. 3 മുടി വെട്ടുക, അല്ലെങ്കിൽ 3 മുടി വടിക്കുക, അല്ലെങ്കിൽ 3 മുടി പറിക്കുക. എന്തായാലും 3 കുറയാൻ പറ്റൂല അത്ര. അത് കഴിഞ്ഞാൽ അപ്പൊ ഒരു ഇഷ്കാല് 3 മുടി മുറിക്കുകയോ വടിക്കുകയോ ചെയ്താൽ തന്നെ ഫർള് വീടുമെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലമുടി മുഴുവനായി കളഞ്ഞിക്കാണല്ലോ. ഉംറ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ചെയ്തത്, ഹജ്ജ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ചെയ്തത്. അതെന്തിനു? ഫതഅമീമുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി മുഴുവനായി നീക്കിയത് ലി ബയാനിൽ അഫ്ളലി, ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ് എന്ന് വെളിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതോ അത് അഫ്ളൽ അതാണ്, മുഴുവനായിട്ട് വെട്ടുക അല്ലെങ്കിൽ മുഴുവനായിട്ട് വടിക്കുക. ഖിലാഫൻ ലിമൻ, ചില ഇമാമിയങ്ങൾക്ക് ഇത് എതിരായിക്കൊണ്ട്. എങ്ങനത്തെ ഇമാമിയങ്ങളാണ്? അഹ്ലമിന്നു, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനായി മുടിയെടുത്തതിൽ നിന്നിട്ടും അവർ പിടിച്ചെടുത്തു വുജൂബത്തഅമീമി, മുടി മുഴുവനായി നീക്കൽ വുജൂബാണ് എന്ന്. വെട്ടുകയാണെങ്കിൽ മുഴുവനായിട്ട് വെട്ടണം, കളയാണെങ്കിൽ മുഴുവനായി കളയണം, എങ്കിലേ മുടി നീക്കുക എന്ന് പറയുന്ന ഫർള് വീടുകയുള്ളൂ എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് അവർ പറഞ്ഞ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി മുഴുവനായി നീക്കിയതാണ് ഹജ്ജിലും ഉംറയിലും ഒക്കെ. അതിന് നമ്മൾ പറയുന്നത് അത് നമ്മളും സമ്മതിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനായിട്ട് നീക്കിയിട്ടുണ്ട്. പക്ഷെ അത് അഫ്ളലായത് അതാണ് എന്ന് ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തത്. എന്നാൽ വതഖ്സീറുൽ മർഅത്തി, പെണ്ണുങ്ങൾ മുടി വെട്ടലാണ് ഔലാ മിൻ ഹൽഖിഹാ, കളയുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത്. എന്നാൽ കളയലോ കറാഹത്താണെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുമുണ്ട്. അതല്ല, സ്ത്രീകളെ സംബന്ധിച്ച് മുടി വടിച്ച് നീക്കി കളയൽ ഹറാമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും നല്ലതല്ല. സുമ്മ യദ്ഖുലു മക്കത, എപ്പോ മുടി നീക്കുക, മുടി നീക്കിയതിനു ശേഷം മക്കയിൽ പ്രവേശിക്കുക. മുടി നീക്കല് ഒരു പക്ഷേ ജംറത്തുൽ അഖബ എറിഞ്ഞതിന്റെ ശേഷമാകാം, അല്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫും സൈൻ ചെയ്തതിന് ശേഷം രണ്ടും ആകാം. രണ്ടോടത്ത് ഇതുകൂടി വേണമെന്നില്ല. ഏതായാലും ആട്ടെ, മുടിയെടുത്തതിന് ശേഷം സുമ്മ യദ്ഖുലു മക്കത്ത, മക്കയിൽ പ്രവേശിക്കണം. ബഅദ റമി ജംറത്തുൽ അഖബത്തി, അത് റുക്നല്ല വാജിബ, ജംറത്തുൽ അഖബ എറിഞ്ഞതിന് ശേഷം. വൽ ഹൽഖി, മുടി നീക്കിയതിനു ശേഷവും. എന്നിട്ടോ റുക്നി, ഫർളായിരിക്കും തവാഫിന്റെ ചെയ്യണം, അതായത് ഇഫാദത്തിന്റെ തവാഫ് ചെയ്യണം. അതിന് ശേഷം ഇഫാദത്തിന്റെ തവാഫിന് ശേഷം സൈ ചെയ്യണം. ഇല്ലം യകുൻ സഅബഅദ തവാഫിൽ ഖുദൂം, ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്തില്ലെങ്കിൽ കമാ ഹുവൽ അഫ്ളു, ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്യലാണ് അഫ്ളൽ. ആ അഫ്ളലായിരിക്കുന്ന ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇഫാദയുടെ തവാഫിന്റെ ശേഷം സൈ ചെയ്യണം. രണ്ടാലും ഒരു സൈ ചെയ്യണം. ഇനി പറയട്ടെ, വൽ ഹൽഖു, ഈ മുടി നീക്കുക അല്ലെങ്കിൽ വെട്ടുക എന്നൊക്കെ പറയണ അതും, വത്തവാഫു ഫർളായ ഇഫാദത്തിന്റെ തവാഫും, വസ്സയ്യു അതുപോലെ തന്നെ റുക്നായിരിക്കുന്ന സഫാ മർവക്കിടയിലുള്ള ഈ സയ്യും ഒക്കെ ലാ ആഖിറ ലിവഖ്തിഹാ, അതിന്റെ സമയത്തിന് അവസാനമില്ല, തുടക്കം പറഞ്ഞല്ലോ നമ്മള്. ഇഫാദത്തിന്റെ തവാഫ് ചെയ്യലായാലും അതിന്റെ ശേഷം ജംറത്തുൽ അഖബ എറിയലായാലും മുടിയെടുക്കലായാലും അതൊക്കെ
പെരുന്നാൾ രാവ് പൗതി കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടത് എന്ന്. എന്നാൽ അവസാനം എപ്പോഴും ആവാം. വയുക്റഹു തഖീറുഹ, എന്നാൽ ഇവകളെ പിന്തിക്കൽ കറാഹത്താക്കപ്പെടും. അയ്യോമിൻ നഹരി, പെരുന്നാൾ ദിവസത്തിൽ നിന്നും പിന്തിക്കൽ. കാരണമില്ലാതെ കേട്ടോ, രോഗം, അതുപോലെ തന്നെ അസഹ്യമായ തിരക്ക്, അപകടത്തെ പേടിക്കുന്ന പോലെയുള്ള സാഹചര്യങ്ങൾ ഉദറാണ്. ഇങ്ങനെയുള്ള ഉദറൊന്നും ഇല്ലാതെ ഒരാള് പെരുന്നാൾ ദിവസത്തെ തൊട്ട് ഇവയെ പിന്തിക്കൽ കറാഹത്താണ്. എന്നാൽ വാശദ്ദു മിൻഹു, പെരുന്നാൾ ദിവസം തൊട്ട് പിന്തിക്കുന്നതിനെക്കാട്ടിലും കറാഹത്താണ് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളാവുന്ന ദുൽഹജ്ജ് 13 അന്ന് മഗ്രിബാവുന്നത് വരെയുള്ള സമയം ചെയ്യാതെ അതിനെ വിട്ട് പിന്തിക്കൽ ഒന്നുകൂടി കറാഹത്താണ്. സുമ്മ അൻ ഖുറൂജി മക്ക, മക്ക ഷരീഫിൽ നിന്നിട്ടും യാത്ര പോകുന്നതിനെ തൊട്ട് പിന്തിക്കുക, അതും കറാഹത്ത്. അതൊക്കെ കറാഹത്തേ ഉള്ളൂ. എന്നാൽ ഉസ്റുണ്ടെങ്കിൽ കറാഹത്തില്ലതാണ്. ഉദാഹരണം, ഒരു സ്ത്രീ അവര് തവാഫ് ചെയ്ത് കഴിഞ്ഞില്ല, ജംറത്തുൽ അഖബ എറിഞ്ഞു, മുടിയെടുത്തു, തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ ശുദ്ധിയില്ലെങ്കിൽ പിന്നെ തവാഫ് ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നാൽ അവിടെ തവാഫിന് വേണ്ടിയിട്ട് ദിവസങ്ങൾ പിന്തിച്ചു, ശുദ്ധിയായ ശേഷം അതുകൊണ്ട് ഈ കറാഹത്ത് വരൂല. അതൊക്കെ ഉസ്റാണ്. ഉസ്റൊന്നും ഇല്ലാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്ത്, അയ്യാമു തശ്രീഖിനെ തൊട്ട് പിന്തിക്കൽ അതിനേക്കാൾ കറാഹത്ത്, ദുൽഹജ്ജിനെ തൊട്ട് പിന്തിക്കൽ അതിനേക്കാൾ കറാഹത്ത്, യാത്രയെ തൊട്ട് പിന്തിക്കൽ അതിനേക്കാൾ കറാഹത്ത്, ഒക്കെ കറാഹത്ത്. എന്നാലും ഹറാമില്ല. ഇനി ആ അർക്കാനുകൾ തീർത്താലെ കുറച്ചുള്ളൂ. വസാദിസുഹ, 6ാമത്തെ റുക്ന് തർത്തീബുൻ ബഅദ മുഅദ്ദമി അർക്കാനിഹി, ഹജ്ജിന്റെ മുഖ്യമായ റുക്നുകൾക്കിടയിൽ തർത്തീബ് പാലിക്കുക. എല്ലാ റുക്നുകൾക്കിടയിലും തർത്തീബ് പാലിക്കണം എന്നല്ല. ഏതാണത് മുഅദ്ദമ്? അതിന്റെ കോലം പറയാം. അതായത് ബയഖദ്ദിമൽ ഇഹ്റാമ അലൽ ജമീഇ, എല്ലാത്തിനേക്കാളും ആദ്യം ഇഹ്റാമിനെ മുന്തിക്കുക. അത് ഒരു നിലക്കും പിന്തിക്കുക. അവിടെ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഇഹ്റാം. അത് കഴിഞ്ഞാൽ പിന്നെ വൽ വുഖൂഫ, അറഫയിൽ നിൽക്കലിനെ മുന്തിക്കണം. അലാ തവാഫിർ റുക്നി, ഫർളായ തവാഫാവുന്ന ഇഫാദത്തിന്റെ തവാഫിനേക്കാളും, വൽ ഹൽഖി, മുടി നീക്കുന്നതിനെക്കാട്ടിലും, അതുപോലെ തന്നെ തവാഫിനെ മുന്തിക്കുക. അല സഈ, സഈനെക്കാട്ടിലും മുന്തിക്കുക. എപ്പോഴും ഇല്ലം യസ്അബാദ തവാഫിൽ ഖുദൂം, ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സഈ ചെയ്താൽ പിന്നെ പ്രശ്നം പറയേണ്ടതില്ല. ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സഈ ചെയ്തിട്ടില്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫിന്റെ ശേഷം ചെയ്യുക എന്നത്. ഇങ്ങനെ. എന്നാൽ ദലീലുഹു, ഇങ്ങനെ തർത്തീബ് വുജൂബാണ് എന്ന് പറയാൻ കാരണം അൽ ഇത്തിബാഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്ത് കാണിച്ചത്. ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സഈ ചെയ്തു, അതിന്റെ ശേഷം അറഫയിൽ പോയി, അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് അവിടുന്ന് ജംറത്തുൽ അഖബ എറിഞ്ഞു, മിനയിൽ വന്ന് ജംറത്തുൽ അഖബ എറിഞ്ഞു, എന്നിട്ട് വലിയ അർത്ഥത്തിന് ശേഷം മുടി കളഞ്ഞതിന് ശേഷം മക്ക ഷരീഫിൽ പോയി തവാഫ് ചെയ്തു. ഇങ്ങനെ ആ ക്രമം പാലിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചത്. ഇപ്പൊ പറഞ്ഞല്ലോ 6 റുക്നുകളും പറഞ്ഞു. എന്നാൽ വലാ തുജ്ബറുൽ അർക്കാനു, റുക്നുകളെ പരിഹരിക്കപ്പെടാൻ കഴിയില്ല ബിദമിൻ, ബലിയർത്തുകൊണ്ട്. റുക്നുകൾക്ക് വല്ല ഭംഗം വരികയോ അല്ലെങ്കിൽ റുക്നുകൾ ചെയ്യാൻ മറന്നുപോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്താൽ അത് ബലി കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. അതാണ് റുക്കിന്റെ പ്രത്യേകത. എന്നാ പിന്നെ ഏതാ ബലി കൊണ്ട് പരിഹരിക്കുന്നത്? വസയത്തി, ഇനി വരുന്നുണ്ട്. മാജിബറു ബിദ്ദമി, ബലി കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് അഥവാ വാജിബാത്തുകൾ ചെയ്യേണ്ടതാണ്, ചെയ്യൽ വുജൂബാണ്, ഉപേക്ഷിക്കൽ ഹറാമാണ്. എന്നാൽ സംഗതി സംഭവിച്ചു പോയാൽ അതിന് ബലി അറുത്തുകൊണ്ട് പരിഹാരം ചെയ്യാം. ഈ പറഞ്ഞ ഇഹ്റാം ചെയ്യുക, അറഫയിൽ നിൽക്കുക, അതുപോലെ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക, സഫാ മർവയ്ക്കിടയിൽ സഈ ചെയ്യുക, മുടി നീക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ റുക്നുകളാണ്. ഇതിന്റെ ഇടയിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ കേടുവന്ന് ഷർത്തൊക്കാതെ ഭംഗം വരികയോ ചെയ്താൽ അവിടെ ഫിദിയ കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല, അത് ചെയ്യന്നെ വേണം. ഇപ്പൊ 6 റുക്നുകൾ പറഞ്ഞപ്പം ഹജ്ജിന്. ഇനി പറയട്ടെ, ഈ അറഫയിൽ നിൽക്കലല്ലാത്ത ബാക്കി 5 കാര്യങ്ങളും മിനൽ അർക്കാനി സിത്തത്തി, ഹജ്ജിന്റെ റുക്നുകളാവുന്ന 6 റുക്നുകളിൽ നിന്നുള്ള അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന റുക്ന് ഒഴിച്ചുള്ള ബാക്കി 5 റുക്നുകളും അർക്കാനുൽ ഉംറക്കും റുക്നുകളാണ്. എന്ന് പറഞ്ഞാൽ ഉംറക്ക് 5 റുക്ന്, ഹജ്ജിന് 6 റുക്ന്.
ആകെ വ്യത്യാസമുള്ളത് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒറ്റ കാര്യം. ബാക്കിയൊക്കെ ഹജ്ജും ഉംറയും ഒരുപോലെയാണ്. എന്തുകൊണ്ട് ലിശുമൂലതിലെത്തി ഈ പറയപ്പെട്ട ഹജ്ജിന്റെ റുക്നുകൾക്ക് പറഞ്ഞ തെളിവുകളൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഉംറയെയും കൂടി. അപ്പൊ ഹജ്ജിന്റെ റുക്നുകൾക്ക് പറഞ്ഞ തെളിവുകൾ എന്താണോ ആ തെളിവൊക്കെ ഉംറക്കും റുക്നാണ് എന്നറിയിക്കുന്ന തെളിവുകളാണ്. പക്ഷെ ഇവിടെ തെർത്തീബ് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുണ്ട്. മറ്റോടത്ത് മുഖ്യമായ റുക്നുകൾക്കിടയിൽ മതി എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അതാ വബാഹിറുൻ എല്ലാവർക്കും തിരിയുന്ന വളരെ വ്യക്തമായ കാര്യമാണ്. അന്നൽ ഹൽക്ക മുടി നീക്കുക എന്ന് പറയുന്നത് യജിബു തഖീറുഹു അതിനെ പിന്തിക്കൽ വുജൂബാണ്. സൈഹ ഈ ഉംറയുടെ സൈനെ തൊട്ട് പിന്തിക്കൽ വുജൂബാണ്. അതുകൊണ്ട് തെർത്തീബു ഫിഹ ഉംറയുടെ റുക്നുകൾക്കിടയിൽ തെർത്തീബ് ഫി ജമീൽ അർക്കാൻ. അപ്പൊ ആകെ ഒരു വ്യത്യാസം ഹജ്ജിന്റെ റുക്നുകളിൽപ്പെട്ട മുഖ്യമായ റുക്നുകൾക്കിടയിൽ എന്താക്കുക തെർത്തീബ് പാലിക്കുക എന്നതാണ് അവിടത്തെ റുക്ന്. എന്നാൽ ഉംറക്ക് അങ്ങനെയല്ല, പൂർണ്ണമായി തന്നെ റുക്നുകൾക്കിടയിൽ തെർത്തീബ് പാലിക്കണം. അപ്പോ ഉംറക്ക് 5 റുക്നും ഹജ്ജിന് 6 റുക്നും. ഹജ്ജിന് 6 ഉള്ളതിൽ അറഫയിൽ നിൽക്കുക എന്നുള്ളത്. ഇനി ബാക്കി കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇനി ഹജ്ജും ഉംറയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചും പിന്നെ ഈ ഓരോ റുക്നുകളുടെയും ഷർത്തുകളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ്. അത് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഓതാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇടയ്ക്ക് കുറച്ച് സമയം നെറ്റ് പ്രശ്നമായെങ്കിലും ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. ഏതായാലും സുഹൃത്തുക്കളെ പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത് കുറച്ച് സമയം നേരത്തെ നിർത്തും. ഇന്ന് ഏകദേശം 5:45 തന്നെ നിർത്തും. കാരണം ഇന്ന് ഒരു ഉലൂഹിയത്ത് സംബന്ധമായ ഒരു ക്ലാസ് ഉണ്ട് മഗ്‌രിബ് നിസ്കരിച്ചതിന്റെ ഉടനെ. അത് ഇവിടുന്ന് കുറച്ച് ദൂരത്താണ് ഞാനും. അപ്പോ അവര് ഒരു 5-5:30 ആകുമ്പോക്ക് ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് നേരത്തെ നിർത്തി പോകും. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കുറച്ച് സമയം സംശയം ചോദിക്കാൻ ഉപയോഗപ്പെടുത്താം എന്ന് സ്നേഹപൂർവ്വം ഉണർത്തി. ആരും കൈപൊക്കി കാണാനില്ല. ആർക്കും സംശയം ഇല്ലെങ്കിൽ പ്രശ്നമില്ല. സംശയമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിൽ വരിക. കുറച്ച് നേരത്തെ 5:45 തന്നെ ഇന്ന് ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര സമയം അവസാനിപ്പിച്ച് പുറത്തു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദിക്കാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് മൈക്കിൽ വരണമെന്ന് ഉണർത്തി മൈക്ക് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി കൈമാറുന്നു. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദായി നമ്മൾ ഈ നാട്ടിൽ ഒളിഹത്ത് ഇറക്കുന്നുണ്ട് പള്ളിയിൽ. അപ്പൊ അതിന് ഞങ്ങള് പിന്നെ ഓരോരുത്തരെ ഓരോ ആളുകളെ അതിൽ പങ്ക് ചേർത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇവിടുന്ന് നിയ്യത്ത് വെക്കല് എങ്ങനെയാണ്? അതോ നാട്ടിൽ ആ ഒരു വീട്ടിൽ ആരെങ്കിലും നിയ്യത്ത് വെച്ചാൽ മതി? എങ്ങനെയാണ് അതിനെപ്പറ്റി ഒന്ന് ഉസ്താദ് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതും ഇപ്പോഴത്തെ വിഷയം തന്നെയാണല്ലോ അല്ലെ. ഹജ്ജ് സംബന്ധമായ വിഷയമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നതെങ്കിലും ഇപ്പോ നമ്മൾ ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയം തന്നെയാണ് ഉലൂഹിയത്ത്. ഇന്നലെയും മിഞ്ഞാന്നും അല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ നടന്ന ക്ലാസ്സിൽ മുഖ്യമായി പറഞ്ഞതും അത് തന്നെയാണ്. എന്നാലും ആ ചോദിച്ച സുഹൃത്ത് അത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അന്ന് കേട്ടവരല്ലാത്തവരാരെങ്കിലും ഒക്കെ ക്ലാസ്സിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഉലൂഹിയത്ത് അറക്കുന്നത് ആരാണോ എങ്കിൽ അയാൾ തന്നെ നിയ്യത്ത് ചെയ്യാണ് ശരിയായ രൂപം. ഇനി അത് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി അറവ് നടത്താൻ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാനും അയാളെ ഏൽപ്പിക്കാം. 2 നിലക്കും ആവാം. ഈ അറക്കാൻ ഏൽപ്പിക്കുന്ന വ്യക്തിയെ തന്നെ നിയ്യത്ത് ചെയ്യാനും ഏൽപ്പിക്കുക. ഇന്നെന്ന വ്യക്തികളുടെ ഉലൂഹിയത്ത് അറക്കുന്നു എന്ന നിയ്യത്തോടുകൂടി അറക്കാൻ വേണ്ടിയിട്ട് അയാളെ ഏൽപ്പിക്കുക. അതല്ലെങ്കിൽ നിയ്യത്ത് ഈ ഉടമക്കാരൻ ചെയ്യുകയും അറക്കുന്ന ആളെ അറക്കാൻ മാത്രം ഏൽപ്പിക്കുകയും അങ്ങനെയും ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ. ഓക്കെ സാർ, ഞാനൊരു സംശയം ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഹജ്ജ് ചെയ്യുന്നൊരു പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചാൽ ആ പെണ്ണ് എപ്പോഴാണ് ഇദ്ദെടുക്കേണ്ടത്? അപ്പോൾ ഹജ്ജ് ചെയ്യുമ്പോൾ പല പുരുഷന്മാർ കാണുന്നൊരു സാഹചര്യം കൂടുതലാണ്. അല്ലെങ്കിലും കാണാൻ പാടില്ല.
ഹജ്ജ് കഴിയുമ്പോൾ കൂടുതൽ കാണാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഈ പെണ്ണ് എപ്പോഴാണ് യുദ്ധരിക്കേണ്ടത് എന്നാണ് സംശയം. ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താണ് ഇപ്പൊ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി? അതാ എനിക്ക് തിരിയാത്തത്. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരണപ്പെട്ടാൽ യുദ്ധം ഇരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്താണെന്നാ യുദ്ധം ഇരിക്കുക എന്ന് പറയുന്നത്? അത് മനസ്സിലായോ? ഒരു സ്ഥലത്ത് ഇങ്ങനെ പുറത്തിറങ്ങാതെ വാതിലടച്ച് അതിന്റെ ഉള്ളു കുത്തിരിക്കുക എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അങ്ങനെ ഒരു യുദ്ധം ഇസ്ലാമിലില്ല. മറിച്ച് ഭർത്താവ് മരിച്ചതിന്റെ പേരിലുള്ള യുദ്ധ എന്ന് പറയുന്നത് മരണസമയത്ത് ഈ സ്ത്രീ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി എവിടെയായിരുന്നോ താമസിച്ചിരുന്നത് ആ വീട്ടിൽ താമസിക്കുക. സാധാരണ കാണാൻ പറ്റുന്നവരെ ഹലാലാവുന്നവരെ യുദ്ധന്റെ സമയത്തും കാണൽ ഹലാലാവും. സാധാരണ കാണൽ ഹറാമായവരെ യുദ്ധന്റെ സമയത്തും കാണൽ ഹറാമാവും. അല്ലാതെ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ പുതുതായി യാത്ര ചെയ്യാനോ സുഗന്ധം ഉപയോഗിക്കാനോ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാനോ പാടില്ല. അതിപ്പോ ഹജ്ജിലാണെങ്കിലും പറ്റുമല്ലോ. ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക, അലങ്കാര വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക, സുഗന്ധം പൂശാതിരിക്കുക, സുർമയിടാതിരിക്കുക തുടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് കൂടാതെ കഴിയാത്ത ഹജ്ജിന്റെ അമലുകൾ അവൾക്ക് ചെയ്ത് പൂർത്തിയാക്കുക. അതിനുവേണ്ടി പോവുകയും ചെയ്യുക. പുതിയൊരു യാത്ര തുടങ്ങാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഹജ്ജിനൊക്കെ ഒരുങ്ങി അപേക്ഷയൊക്കെ കൊടുത്ത് ഹജ്ജിന് പാസ്സായി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതിനിടയിൽ ഭർത്താവ് മരിച്ചു. എന്നാൽ അവൾക്ക് ഇനി ഇവിടുന്ന് യാത്ര പോകാൻ പറ്റൂല. അതേസമയത്ത് യാത്ര പോയി മക്കത്തെത്തി. ആർക്കാ കട്ടും ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് കെട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിർത്തിത്തരാം. ആ സുഹൃത്ത് ഈ വെറുതെ കട്ട് നടിക്കുന്നതിന്റെ മുമ്പേ അവനാന്റെ സ്വന്തം സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്യുക. അങ്ങനെ സ്ക്രീൻ ക്ലീൻ ചെയ്തിട്ട് പിന്നെയും കട്ടുണ്ടെങ്കിൽ സ്വൽക്ക് കട്ടാണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ അവിടെ പ്രശ്നമുള്ളതാണെന്നും മനസ്സിലാക്കുക. അപ്പൊ ചോദ്യകർത്താവ് ശ്രദ്ധിക്കേണ്ടത് പുതിയതായിട്ട് യാത്ര ചെയ്യാൻ പാടില്ല. ഭർത്താവ് മരിച്ച പെണ്ണ് യുദ്ധ കഴിയുന്നത് വരെ യാത്ര തുടങ്ങാൻ പാടില്ല. അതായത് ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ ഹജ്ജിന് അടുത്ത് അപേക്ഷ കൊടുത്ത് പാസ്സായി റെഡിയായി നിൽക്കുകയാണ്. അപ്പോക്ക് ഭർത്താവ് മരിച്ചു, എന്നാൽ ഇനി യാത്ര തുടങ്ങാൻ പാടില്ല. അതേസമയത്ത് ഹജ്ജിന് പോയി ഹജ്ജിൽ മക്കത്തെത്തിയ പെണ്ണ് ഇനി പുതിയ യാത്ര ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. മഫാത്തായോടെ മുതൽ അവളുടെ യുദ്ധ കണക്കാക്കപ്പെടുകയും ചെയ്യും. യുദ്ധ ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞേക്ക് അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞേക്കുള്ള ഒരു പ്രയോഗമാണത്. അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അറഫയിൽ ഹാജരാകുക എന്നാണല്ലോ. അല്ലാതെ അവിടെ നിൽക്കുക ഇരിക്കുക എന്നതിന് അർത്ഥമില്ല. എന്നതുപോലെ യുദ്ധ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചുപൂട്ടി ഇരിക്കുക എന്നതിന് ഉദ്ദേശമില്ല. മറിച്ച് ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഭർത്താവ് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട സമയത്ത് അവൾ താമസിച്ചിരുന്ന വീട്ടിൽ 4 മാസവും 10 ദിവസവും അവൾ താമസിക്കുക സാധാരണഗതിയിൽ. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ യാത്രകൾക്ക് പോകരുത് എന്ന്. അതുപോലെ തന്നെ വസ്ത്രം, അലങ്കാര വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കണം, സുഗന്ധങ്ങളൊക്കെ ഒഴിവാക്കണം, എണ്ണയിടൽ ഒഴിവാക്കണം, അതുപോലെ തന്നെ ആഭരണങ്ങൾ ഒഴിവാക്കണം. അത് മരിച്ചോടെ മുതൽ തന്നെ എണ്ണും. ഹജ്ജ് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് നാട്ടിലെത്തി ബാക്കിയുള്ള ദിവസം പൂർത്തിയാക്കിയാൽ മതി. അല്ലാതെ വീട്ടിലെത്തി വാതിലടച്ച് ഇരുന്നതിന് ശേഷം അല്ല ഇദ്ദ തുടങ്ങുക. ഇദ്ദ എന്നത് എവിടെ വീട്ടിൽ വാതിലടച്ചിരിക്കുക എന്നതല്ല, ഇഹ്ദാദ് എന്നാണ് അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. സുഹൃത്ത് അബ്ബാസ് മൈക്കെടുത്തോളൂ. മറ്റേ സുഹൃത്ത് മൈക്കെടുക്കില്ലെങ്കിൽ അബ്ബാസ് മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? 7 പേര് കൂടി ഉലൂഹിയത്തിന് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചാല് ആ വ്യക്തി ഇത് ഉലൂഹിയത്തിന്റെ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉലൂഹിയത്തിന്റെ മൃഗമാണെന്ന് പറഞ്ഞാൽ അത് പരോക്ഷമായ നേർച്ചയാകുമോ എന്നുള്ള ചോദ്യം കേട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കും. കേട്ടാണ്. ഇല്ല, ആവൂലാന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അയാളെ ഇവരെ ഏൽപ്പിച്ചത് ഒരു പക്ഷേ അറക്കാൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിയ്യത്തോടുകൂടി അറക്കാൻ വേണ്ടിയായിരിക്കും. മറിച്ച് മൃഗത്തെ നിർണയിക്കാൻ വേണ്ടിയിട്ടോ നേർച്ചയാക്കാൻ വേണ്ടിയിട്ടോ അയാളെ അദ്ദേഹം ഏൽപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മൃഗത്തിന്റെ ഉടമയും അവകാശവും ഇല്ല.
അതുകൊണ്ട് അയാൾ ആ പറഞ്ഞു എന്നത് കൊണ്ടിട്ട് ഈ ഉടമക്കാര് അങ്ങനെ പറയാത്തോടത്തോളം കാലം പരോക്ഷമായ നേർച്ച അഥവാ തയ്യൻ കൊണ്ട് ഉജൂബ് എന്ന് പറയുന്നതിൽ പെടൂല. ഓക്കെ, ഏതായാലും നല്ലത് എപ്പോഴും സുന്നത്തായ ദുരിയത്ത് എന്ന് പറയലാണെന്നാ പിന്നെ ഈ കൺഫ്യൂഷൻസ് ഒന്നും വരാൻ ഇടയില്ല. ഏതായാലും അങ്ങനെ അറക്കുന്ന ആളങ്ങനെ അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ഏൽപ്പിച്ച അവരെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിയമം ബാധകമല്ല എന്ന് ഉണർത്തുന്നു. കാരണം അദ്ദേഹത്തിന് മിൽക്ക് ഉടമല്ല, മറിച്ച് ഈ ഏൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്യാനുള്ള ബാധ്യത മാത്രമേ അയാൾക്കുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള അവകാശങ്ങളോ ഉടമത്തരമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അയാളുടെ വാക്ക് ഈ മൃഗത്തിന്റെ നിയമത്തിൽ സ്വാധീനിക്കുന്നതല്ല. ഓക്കെ, അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ചോദ്യം മറ്റാരെ ചോദിച്ചോന്ന് അറിയില്ല, ഏതായാലും ഞാൻ കേട്ടില്ല. അവർ ചോദ്യം ചോദിക്കാണ്. ഇപ്പോ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ നാട്ടില് ഉളിയത്ത് അറക്കാൻ പറ്റില്ലല്ലോ. അപ്പോ നമ്മൾക്ക് ഉമ്മാക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടിയോ ഒക്കെ അവർ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് കാശ് കൊടുത്ത് അവരുടെ പേരിൽ അർപ്പിക്കാൻ പറ്റുമോ? എന്തെന്നാണ് അതിന്റെ വിധി? എന്തെങ്ങനെയാണ്? അതിനൊന്ന് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മൾ ഗൾഫിലാണെങ്കിലും ഗൾഫിലുള്ള നമുക്ക് വേണ്ടി നാട്ടിൽ നാം ഉദ്ദേശിക്കുന്ന ഏത് സ്ഥലത്ത് വെച്ചും ഉളുഹിയത്ത് അറക്കാൻ വേണ്ടിയിട്ട് ആളെ വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാണ്. നിയ്യത്ത് ചെയ്ത് അറക്കാനും ഏൽപ്പിക്ക, നമ്മൾ തന്നെ നിയ്യത്ത് ചെയ്തിട്ട് അവരെ അറക്കാൻ വേണ്ടി ഏൽപ്പിക്ക, നമുക്ക് വേണ്ടി മൃഗത്തെ വില കൊടുത്ത് വാങ്ങി നമുക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് അറുക്കാനും ഏൽപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം. നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ അറുത്തുവിടൂ എന്ന് നിയമമില്ല. നമ്മൾ ഉദ്ദേശിച്ച ഏത് സ്ഥലത്തും, അത് നമ്മളെ നാട്ടിലായിക്കോളന്നില്ല. ഇപ്പൊ ഉദാഹരണം, വലിയ പാവപ്പെട്ട ആളുകൾ മാത്രം തിങ്ങി താമസിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അത്തരം പ്രദേശത്ത് കൊണ്ടുപോയി അറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏൽപ്പിച്ചു. അങ്ങനെ നാട്ടിലൊരാളെ ഏൽപ്പിച്ചു, അയാൾ നമുക്ക് വേണ്ടി ഒരു മൃഗത്തെ വില കൊടുത്ത് വാങ്ങി ആ പറഞ്ഞ നാട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ഉബഹിയത്താണ് എന്ന നിയ്യത്തോടുകൂടി അറുത്തു കൊടുക്കൽ ജായിസാണ്. യാതൊരു കുഴപ്പവും ആ വിഷയത്തിലില്ല. നമ്മളുള്ളോടത്ത് നമ്മൾ അറക്കണം എന്ന നിയമം ഫിത്ർ സക്കാത്തിലാണ്, ഉബഹിയത്തിന് ആ നിയമം ഇല്ല. മറ്റൊന്ന്, ജീവിച്ചിരിക്കുന്ന വാപ്പക്ക് വേണ്ടിയോ ഉമ്മക്ക് വേണ്ടിയോ അതുപോലെയുള്ള അടുത്ത കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയോ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ ഉളുഹിയത്ത് മൃഗത്തെ വാങ്ങി അറക്കാൻ ഏൽപ്പിക്കുന്നത് നിയമപരമായിട്ട് സാധുവാകണമെങ്കിൽ അവര് നമ്മളോട് ആവശ്യപ്പെടുകയും അവരുടെ സമ്മതം വാങ്ങുകയും വേണം. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഉളുഹിയത്ത് അറക്കണമെങ്കിൽ അയാൾ ഏൽപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ബാപ്പാനോട് പറഞ്ഞു, ഞാന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ വാങ്ങി ഉളുഹിയത്ത് അറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബാപ്പ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, നല്ല കാര്യല്ലേ, നീ എനിക്ക് വേണ്ടിയിട്ട് അർത്ഥോ എന്നാ അറക്കാം. ഉമ്മയാണെങ്കിലും അങ്ങനെ തന്നെ. അതല്ലാതെ നമ്മുടെ വകയായിട്ട് ഉമ്മാക്ക് വേണ്ടിയോ വാപ്പാക്ക് വേണ്ടിയോ ഉളുഹിയത്ത് മൃഗത്തെ വാങ്ങി അർത്താൽ ആ അറിവ് സഹിയാവുന്നതല്ല. ഓക്കെ, അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കാ പഠിച്ചോനെ ഈ കട്ട് വരുന്നത്? എനിക്കും ഉണ്ടോ കട്ട്? എല്ലാവർക്കും കട്ടുണ്ടോ അബീവന്മാരെ? എന്താ കട്ട്? കട്ടാക്കി ഞാൻ ഇപ്പൊ ഇവിടെ മതിയാക്കി വെച്ച് പോവും. നിങ്ങൾ ഇങ്ങനെ കട്ട് നടിക്കുകയാണെങ്കിൽ. കാരണം പറയണ മുഴുവൻ കേൾക്കാതെ പിന്നെ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മറ്റൊരാൾ ഉളുഹിയത്ത് അറക്കണമെങ്കിൽ അയാളുടെ സമ്മതവും അനുവാദവും വാങ്ങണം. മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഉളുഹിയത്ത് അറക്കണമെങ്കിൽ അയാളുടെ വസിയത്തുണ്ടായിരിക്കണം. ഇങ്ങനെയാണ് നിയമം. മരിച്ചയാള് മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തിട്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് വാങ്ങി അറക്കാം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ അറക്കുകയാണെങ്കിൽ അയാള് ഈ ജീവിച്ചിരിക്കുന്ന ആളോട് സമ്മതവും അനുവാദവും വാങ്ങിയിരിക്കണം എന്നാലേ പറ്റുള്ളൂ. അതേസമയത്ത് നമ്മൾക്ക് വേണ്ടി നമ്മൾ അറക്കുന്നത് നമ്മളുള്ളോടത്ത് തന്നെ അർത്ഥമുള്ള എന്ന് ഷർത്തില്ല. ഇത് സക്കാത്തിന്റെ ബാബല്ല. താമസിക്കുന്ന നാട്ടിലാവാം, നമ്മുടെ സ്വദേശത്താവാം, അതല്ലെങ്കിൽ മറ്റു നാടുകളിൽ ആവാം. അങ്ങനെയൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കണം. ഒരാളെ ഏൽപ്പിച്ചു, അയാൾ നമുക്ക് വേണ്ടി മൃഗത്തെ വാങ്ങി നിയ്യത്ത് ചെയ്തു, നമുക്ക് വേണ്ടി അർത്താൽ എല്ലാം സഹിയാവും, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഈ
ആദം നബിന്റെ കാലത്ത് ഉണ്ട് അല്ലെങ്കിൽ ഇബ്രാഹിം നബിന്റെ ശേഷമാണ് അറഫ ഉള്ളത്? ഉസ്താദ് ഒന്ന് വിവരിക്കുക. അസ്സലാമു അലൈക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് തന്നെ ഹജ്ജുണ്ട് എന്ന് നമ്മൾ ഹജ്ജിന്റെ ബാബ് ഓതാൻ തുടങ്ങിയെന്ന് അന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ്, കുഴപ്പമില്ല. ഇപ്പോഴും അതെന്നെ ആവർത്തിച്ച് പറയുന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അംബിയാ മുർസലീങ്ങളും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ഭാഗമാവുന്ന അറഫയും അന്ന് മുതൽക്ക് തന്നെ ഉണ്ടാവണം. പിന്നെ ഇന്ന് പറഞ്ഞു ആ സ്ഥലത്തിന് തന്നെ ആ പേര് വരാൻ കാരണം സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു തആലയെയും അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ആദം നബി അലൈഹി സ്വലാം സിലോണിലെ ആദം മലയിലും ഹവ്വാ ബീവി റളിയല്ലാഹു തആല ജിദ്ദയിലുമാണ് ഇറങ്ങിയത് എന്നും, അങ്ങനെ അവർ പരസ്പരം ഭൂമിയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വന്നത് എന്നും ഇന്ന് തന്നെ നമ്മൾ ഓതുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് അറഫ ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽക്കേ എല്ലാ അമ്പിയാക്കന്മാരുടെ കാലത്തിലും ഉണ്ടായിരുന്നു. യുഎഇയിൽ നിസ്കാര സമയമായിരിക്കും. അതുകൊണ്ടാണ് കീശേരി, തെക്കുമല ഉസ്താദ് തുടങ്ങിയവരൊന്നും സ്ഥലത്തുണ്ടോ എന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെയുള്ള ആളുകൾക്കൊന്നും കാര്യമായ സംശയവുമില്ല. അതുകൊണ്ട് ചോദ്യകർത്താക്കളെ കാര്യമായി കാണാത്തത് കൊണ്ട് ഞാൻ എന്റെ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും. ആർക്കെങ്കിലും അത്യാവശ്യം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ഉടനെ മൈക്കിൽ വരിക, ഇല്ലെങ്കിൽ ഇപ്പോൾ അവസാനിപ്പിക്കുന്നതാണ് എന്ന് ഉണർത്തുന്നു. വെറുതെ മൈക്കും പിടിച്ചു നിൽക്കാൻ ഏതായാലും കഴിയില്ല. അല്ലെങ്കിൽ തന്നെ 5:45 നിർത്തണം എന്ന് നേരത്തെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ദിവസവുമാണ്. ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ. നേർച്ചയാക്കിയ ഉലഹിയത്ത് നാട് വിട്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കുമെങ്കിൽ നാടിന്റെ പരിധിയാണോ അല്ല മഹലിന്റെ പരിധിയാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞാൽ. സുന്നത്തായ ഉലുഹിയത്താണെങ്കിലും ഫർളായ ഉലുഹിയത്താണെങ്കിലും നേർച്ചയാക്കി ഫർളായത് ഇന്ന നാട്ടിൽ ഇറക്കാൻ എന്ന് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ കൊടുക്കണം. ഇല്ലാത്തയിടത്തോളം നേർച്ചയാക്കിയതും അല്ലാത്തതും ഏത് നാട്ടിലും കൊടുക്കുക, ഒരു കുഴപ്പമില്ല. അർത്ഥ സ്ഥലത്ത് കൊടുക്കണം ഫർളായതാണെങ്കിൽ. അതേ സമയത്ത് സുന്നത്തായതാണെങ്കിൽ കുറച്ചെങ്കിലും അവിടെ കൊടുക്കണം, ബാക്കിയുള്ളത് പുറമേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഇത്ര വ്യത്യാസമുള്ളൂ. അത് നമ്മളെ നാട്ടിൽ തന്നെ ആയിക്കോളൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഗൾഫിലാണുള്ളത്, നമ്മൾ ഒരു മൃഗത്തെ ഉദയത്ത് ഇറക്കാൻ നേർച്ചയാക്കി, അത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് ഇറക്കുന്നത് എന്ന് വെച്ചോളിരുന്നാൽ ആ മാംസം നമ്മുടെ നാട്ടിൽ തന്നെ വിതരണം ചെയ്യണം, മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. സുന്നത്തായതാണെങ്കിൽ എവിടെയാണോ നമ്മൾ അർത്ഥത് എങ്കിൽ ആ അർത്ഥത്തോടത്ത് കുറച്ചെങ്കിലും കൊടുക്കണം, ബാക്കി പുറമെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ ഒരു സംശയം ഫിഖ്ഹിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് നാം പറയുന്നത് ബനു ഹാഷിം ബനു മുത്തലിബാണല്ലോ. ഹാഷിമിന്റെ മുത്തലിബിന്റെ സന്താനങ്ങൾക്കാണ് നബിന്റെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബ്ദു മനാഫിന്റെ മക്കളിൽ 2 ആളുകളുടെ സന്താനങ്ങളാണല്ലോ നബിന്റെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ നബിന്റെ അബ്ദുൽ മുത്തലിബ്, ഹാഷിം ഇവരുടെ സന്താനങ്ങൾക്കൊന്നും നബിന്റെ കുടുംബം എന്ന് പറയാതെ അബ്ദു മനാഫിന്റെ 2 മക്കളുടെ സന്താനങ്ങൾക്കാണ് അങ്ങനെ പറയാനുള്ള കാരണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു, ഹസൻ, ഹുസൈൻ കുട്ടികളാണല്ലോ. ഇവരുടെ സന്താന പരമ്പരങ്ങൾക്ക് ഇങ്ങനെ പറയുക നബിന്റെ കുടുംബം എന്ന്. എങ്ങനെയാണ് അതിന്റെ ഒരു ഇവരെ മാത്രം ബനു ഹാഷിം ബനു മുത്തലിബ് മാത്രം പറഞ്ഞുകൊണ്ട് നബിന്റെ കുടുംബം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ നമ്മുടെ ഇപ്പോഴുള്ള നബിന്റെ കുടുംബങ്ങൾ അഹ്ലു ബൈത്തുകളൊക്കെ നേരിട്ട് പോകുന്നത്, അവരുടെ പരമ്പരകൾ ചെല്ലുന്നത് ഹാസിമും മുത്തലിബ് ഈ പരമ്പരയിലേക്കാണ് എത്തിപ്പെടുന്നതോ? അങ്ങനെയാണോ എന്നൊക്കെ അറിയണമായിരുന്നു. പുസ്തകം മറുപടി പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഫത്ഹുൽ മൈൻ തുടങ്ങിയപ്പോൾ ആലിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ വിഷയമാണതൊക്കെ.
ഇപ്പത്തെ വിഷയമായിട്ട് പ്രത്യേക ബന്ധമൊന്നും ഇല്ലെങ്കിലും സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചോദ്യകർത്താക്കൾ കാര്യമായിട്ട് സജീവമായിട്ടില്ല. അതുകൊണ്ട് UAE എന്നാണ് സാധാരണഗതിയിൽ തോനെയും ചോദ്യം വരിക. ആ UAE സമയത്ത് മുഖ്യ സമയത്ത് ഇവിടെ നമ്മളെ അസറസ്കാരത്തിന്റെ സമയം ഒരു അസറസ്കരിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോക്ക് നമ്മളെ ക്ലാസിന്റെ ടൈം കഴിയുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അബ്ദു മനാഫിന്റെ 4 മക്കളിൽപ്പെട്ട 2 മക്കളാവുന്ന ഹാഷിമിന്റെയും മുത്തലിബിന്റെയും മക്കൾ പരമ്പരയിൽപ്പെട്ടവരാണ്. ബനു ഹാഷിം ബനു മുത്തലിബ് എന്ന് പറയുന്ന ഈ 2 കുടുംബങ്ങളാണ്. അബ്ദു മനാഫിന് 4 മക്കളുള്ളവരിൽ അബ്ദു ഷംസ് എന്നയും നൗഫലി എന്നയും 2 മക്കളുടെ പരമ്പര. അവര് അബ്ദു മനാഫിന്റെ മക്കളാണെങ്കിലും നബി കുടുംബം എന്ന പ്രത്യേക ബഹുമാനം അവർക്കില്ല. ബനു ഹാഷിം കുടുംബവും ബനു മുത്തലിബ് കുടുംബവും കുഫ്രിയത്തിന്റെ ജാഹിലിയത്തിന്റെ കാലത്തും ഇസ്ലാമിലും ഒറ്റക്കെട്ടായി എല്ലാ കാര്യത്തിലും നിലകൊള്ളുന്നത് കൊണ്ട് അവർ 2 പേരും ആഹ്ലുൽ ബൈത്തിൽ പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ബനു ഹാഷിം ബനു മുത്തലിബ് ഗോത്രത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളാണ് ആലുൻ നബി എന്ന് പറയുന്നത്. നബി കുടുംബം എന്ന് പറയുന്ന ആലുൻ നബി, അതിൽ ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട എല്ലാ മോമിനീങ്ങളും പെട്ട്, ബനു മുത്തലിബ് ഗോത്രത്തിൽപ്പെട്ട എല്ലാ മോമിനീങ്ങളും പെട്ട്. എന്നാൽ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന കൂട്ടത്തിൽ ദുരിയത്ത് എന്ന് പറയും. നബി തങ്ങളുടെ സന്താന പരമ്പര അത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളാവുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചെന്ന് മുട്ടുന്ന പരമ്പരകൾക്ക് നബി തങ്ങളുടെ സന്താന പരമ്പര എന്ന് പറയും. അതിന് ദുരിയത്ത് എന്ന് പറയും. അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് നബി തങ്ങളുടെ ഭാര്യമാര്, അതുപോലെ തന്നെ ബനു ഹാഷിം ബനു മുത്തലിബിൽപ്പെട്ട മോമിനീങ്ങള് ഒക്കെ പെട്ട്. അപ്പോ നബി കുടുംബം എന്ന് പറയുന്നത് കുറെ കൂടി വിശാലമാണ്. നബികളുടെ സന്താന പരമ്പര എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറുതാണ്. ബനു ഹാഷിം ബനു മുത്തലിബിൽപ്പെട്ട എല്ലാവരും നബി കുടുംബമാണ്, മോമിനീങ്ങൾ. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മക്കൾ പരമ്പരയിൽപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹയുടെ മക്കൾ പരമ്പരയിൽപ്പെട്ട ലോകത്ത് എല്ലാ ഭാഗത്തും അവരുണ്ട്. അവർക്കാണ് നബി തങ്ങളുടെ സന്താന പരമ്പര എന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉംറയുമായി ബന്ധപ്പെട്ടാണ്. മഹറമായ ഒരു സ്ത്രീക്ക് ഭർത്താവ് ജീവിച്ചിരിക്കെ ഒറ്റക്ക് നമ്മൾ നാട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ കുടുംബക്കാരുടെ കൂടെയൊക്കെ ഉംറയ്ക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അതോടൊപ്പം ഭർത്താവ് പോകുന്നില്ല, പക്ഷെ ആങ്ങാമാരുടെ കൂടെയോ അല്ലെങ്കിൽ ബാപ്പാന്റെ കൂടെ അങ്ങനെയും പോകാൻ പറ്റുമോ? 2 ഒറ്റക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റുള്ള കൂടെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊന്ന് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഒരു സ്ത്രീ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പോകുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കുക. ഫർളായ ഹജ്ജിനും ഫർളായ ഉംറക്കുമാണോ പോകുന്നത് എങ്കിൽ ഒരു പക്ഷേ ഭർത്താവ് കൂടെ വേണം. അതല്ലെങ്കിൽ അവളുടെ അടുത്ത കുടുംബത്തിൽപ്പെട്ട വാപ്പ, എളാപ്പ, മൂത്താപ്പന്മാര്, അമ്മാവന്മാര്, ആങ്ങളമാര്, മക്കള് തുടങ്ങിയ തൊട്ടാവുതു മുറിയാത്ത അടുത്ത കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വേണം. ഇത് 2 ഇല്ലെങ്കിൽ, ഭർത്താവും ഇല്ല, തൊട്ടാവുതു മുറിയാത്ത അടുത്ത കുടുംബത്തിൽപ്പെട്ടവരും ആരും ഇല്ലെങ്കിൽ, പിന്നീട് അവിടെ ശ്രദ്ധിക്കേണ്ടത് വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ കൂടെയുണ്ടോ എന്നാലും പോകാതെ. ഈ 3-1 വേണം. ഒരു പക്ഷേ ഭർത്താവ് വേണം, അതല്ലെങ്കിൽ തൊട്ടാവുതു മുറിയാത്ത ആങ്ങളമാര്, വാപ്പ, എളാപ്പ, മൂത്താപ്പ, അമ്മാവൻ, മക്കൾ തുടങ്ങിയ ഏതെങ്കിലും ആള് കൂടെ വേണം. അത് 2 ഇല്ലെങ്കിൽ വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ വേണം ഫർളായ ഹജ്ജിന് ഉംറക്കും പോകാൻ. ഇനി സുന്നത്തായ ഹജ്ജും ഉംറയുമാണെങ്കിൽ ഒരുപക്ഷെ ഭർത്താവ്, അതല്ലെങ്കിൽ തൊട്ടാവുക മുറിയാത്ത ബാപ്പ, എളാപ്പ, മൂത്താപ്പമാര്, അമ്മാവന്മാര്, മക്കള് തുടങ്ങിയ തൊട്ടാൽ മുറിയാത്ത അമ്മോശനുമായി പെട്ട് തൊട്ടാവുക മുറിയാത്ത ആളുകളുടെ കൂടെ യാത്ര പോകാൻ പാടുള്ളൂ. അവിടെ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടെങ്കിലും യാത്ര പോകാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ ഫർളായ ഹജ്ജിനും ഉംറക്കുമാണോ പോകുന്നത് എങ്കിൽ ഭർത്താവ്, തൊട്ടാവുക മുറിയാത്ത പുരുഷന്മാര്, അതല്ലെങ്കിൽ ഒരു സംഘം സ്ത്രീകൾ, 3-4 ഉണ്ടായാൽ മതി. സുന്നത്തായ ഹജ്ജിനും ഉംറക്കുമാണെങ്കിൽ ഒരു പക്ഷേ ഭർത്താവ്, അല്ലെങ്കിൽ തൊട്ടാവുക മുറിയാത്ത അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ എന്നിവർ കൂടെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ.
ഉസ്താദെ, ഒരു ദ്വാവസിയത്തുണ്ട്. ഒരു സുഹൃത്ത് മുഹമ്മദ് ജാബിർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ആരും വേറെ റൈസാൻഡ് ചെയ്യാത്തോണ്ട് മൈക്കെടുത്തതാണ്. അദ്ദേഹത്തിന് 9 വർഷമായി ഒരു സ്ഥലത്തിന്റെ കേസ് നടക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ഹക്കായ മുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 4444 സലാത്തുന്നാരിയത്ത് അദ്ദേഹം ചൊല്ലിയിട്ടുണ്ട്. അത് ഉസ്താദിനോട് ദുആ ചെയ്യിപ്പിക്കണമെന്ന് മുഹമ്മദ് ജാബിർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എവിടുന്നെന്ന് അറിയില്ല അറിയിച്ചിട്ടുണ്ട്, ഗൾഫിലെവിടെയെന്ന് അറിയില്ല. അപ്പൊ ഉസ്താദ് ലാസ്റ്റ് ദുആ ചെയ്താലും കൂട്ടത്തിൽ ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ പറഞ്ഞ് ഫുള്ള് കേട്ടിട്ടില്ല ഞാൻ. അതായത് അപ്പൊ അങ്ങനെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഹജ്ജിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ദൂരപരിധി ഒരു പക്ഷെ ഇനി ഹറമിലേക്ക് ഇഹ്റാം എങ്ങനെ ചെയ്തിട്ടില്ല, ഒരു പക്ഷെ ജിദ്ദയിൽ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ആ സ്ത്രീ. പിന്നെ ഹജ്ജ് തുടങ്ങേണ്ടി തന്നെ ദിവസങ്ങൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ വീട്ടിലേക്ക് മടങ്ങണോ, അതല്ല ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞ് പിന്നെ മടങ്ങാതെ ഇരിക്കേണ്ടത്? അവിടെ ഉസ്താദ് വിശദീകരിച്ചാല് നന്നായിരുന്നു. അതല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് പോയി പിന്നെ മറ്റ് ഇന്ത്യ രാജ്യം വിട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ വിട്ടിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളുടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒന്ന് ഉസ്താദ് അവിടെ നിന്ന് വിശദീകരിച്ചാലും മൈക്ക് വിട്ടു. ഈ ഉസ്താദ് ഈ ദുആ മറക്കും ചെയ്യരുത്. അസ്സലാമു അലൈക്കും. ഇദ്ദയിലുള്ളൊരു പെണ്ണ് പുതിയതായി യാത്ര പോകാൻ പാടില്ല. അതാണ് ഇപ്പൊ എന്റെ നിർബന്ധം. യാത്ര പുറപ്പെട്ടു, ഇനി തിരിച്ചു പോരുന്നത് 2 മർഹലയിൽ കൂടുതൽ ദൂരെ യാത്ര വരും. മഹ്റം കൂടെ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ തിരിച്ചു പോരേണ്ടതില്ല. അതേ സമയത്ത് ഹജ്ജിന് അങ്ങോട്ട് പോകാനുള്ള യാത്ര വളരെ കൂടുതൽ ബാക്കിയുണ്ട്, തിരിച്ചു പോരാൻ എളുപ്പമാണ്. തിരിച്ചു പോരാൻ കൂടെ സാഹസിക്കാൻ മഹ്റം ഉണ്ടെങ്കിൽ അവിടെ തിരിച്ചു പോരുകയാണ് വേണ്ടത്. അതല്ല, കൂടെ പോകുന്നത് മഹ്റമിന്റെ കൂടെയാണ്, തിരിച്ചു പോരുകയാണെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോകും. തന്നെയല്ല, പോകാനുള്ള ദൂരം കുറവാണ്, തിരിച്ചു പോരാനുള്ള ദൂരമാണ് കൂടുതൽ. ഇവിടെയൊക്കെ ആ യാത്ര പൂർത്തിയാക്കാവുന്നതാണ്. പുതുതായിട്ട് യാത്ര തുടങ്ങാൻ പാടില്ല. അത് തീർത്ത് പറഞ്ഞതുമാണ്. ഇനി കാര്യമായിട്ട് ചോദ്യകർത്താക്കളൊന്നും കാണാത്തത് കൊണ്ട് നമ്മൾ 3:45 നിർത്താന്ന് പറഞ്ഞല്ലോ. 10 മിനിറ്റ് മുമ്പ് തന്നെ നിർത്തുകയാണ്. ചോദ്യകർത്താക്കൾ കാര്യങ്ങളൊക്കെ തിരിഞ്ഞവരായിരിക്കാം, അതല്ലെങ്കിൽ ആളുകളൊക്കെ മറ്റെന്തോ ഷോലിൽ ആയിട്ടുണ്ടാവും. ഏതായാലും അല്ലാഹു തആല എല്ലാവർക്കും ഖൈറ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് കൊണ്ടും അവിടുത്തെ മേൽ ചൊല്ലിയ സ്വലാത്തിൻ നാരിയത്തിന്റെ ബറക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഖൈറായ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഒരു സാധുവായ മനുഷ്യൻ മുഹമ്മദ് ജാബിറി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വളരെ വിഷമകരമായ നിലക്ക് ഒരു കേസിൽ 9 വർഷത്തോളമായി അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഹക്കുള്ളതാണെന്ന് പറയുന്നു. ആ ഹക്ക് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന കേസ് ഈ സ്വലാത്തുൻ നാരിയയുടെ ബറക്കത്ത് കൊണ്ടും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആലി അസ്ഹാബിന്റെയും മഖ്ജാഹ് ബറക്കത്ത് കൊണ്ടും റഹ്മാനായ റബ്ബേ നീ വിജയിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ഹക്ക് മാന്യമായ നിലക്ക് തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ടും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ ഉദ്ദേശം പൂർത്തിയാവുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയും ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ആ സഹോദരന്റെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ നീ വിജയകരമായി പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ എല്ലാ ഹൈറായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നിട്ടും ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. എല്ലാ ആളുകൾക്കും അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റിദ്ധാരണകൾ നീക്കി സത്യത്തിലേക്ക് ജനങ്ങളെ നീ തിരിച്ചു കൊണ്ടുവരണേ റഹ്മാനെ. റബ്ബേ, ദുരുദ്ദേശം ആർക്കുണ്ടെങ്കിലും അതൊക്കെ അറിയുന്നവൻ നീയാണ്, കൽബിലുള്ളത് അറിയുന്നവൻ നീയാണ്. നല്ലതിലേക്ക് ജനങ്ങളുടെ കൽബിനെ നീ തിരിക്കണേ തമ്പുരാനെ. തെറ്റിൽ നിന്നിട്ടും കൽബിനെ നീ പിന്മാറ്റി തരണേ അല്ലാഹ്. നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോട് സഹകരിക്കാനും സാവസിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഉലമാക്കൾ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകന്മാർ, അവർക്കൊക്കെ നീ ഹിഫ്ളും ഹിമായത്തും സലാമത്തും നൽകണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹ്, നിന്റെ റഹ്മത്തല്ലാതെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒന്നും പ്രതീക്ഷിക്കാനില്ല. നീ നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ സലാമത്താക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ സാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ.
പടച്ചവനെ ഭാര്യമാർത്താക്കന്മാർക്കിടയിൽ നീ സ്നേഹവും സൗഹാർദ്ദവും ഒത്തൊരുമയും നൽകണേ റഹ്മാനെ. എല്ലാവിധ കുടുംബ കലഹങ്ങളും വഴക്കുകളും നീക്കി ഖൽബിനെ ഇണക്കിച്ചേർത്ത് സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ റഹ്മാനെ. പടച്ചവനെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. നീയല്ലാതെ രോഗം ശിഫയാക്കാൻ കഴിവുള്ളവരില്ല. രോഗം ശിഫയാക്കുന്നവൻ നീ മാത്രമാണ്. നിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട്, ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ രാജസീദായ തമ്പുരാനെ, ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ വൽ ഫജ്രി വലയാലിൻ നശ്ർ എന്ന് നീ ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞ ഈ പുണ്യ ദിവസങ്ങളുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. അവർക്ക് നീ എല്ലാവിധത്തിലുള്ള ഹൈറും ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെയും അവരെയും നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. കച്ചവടക്കാരുടെ കച്ചവടത്തിലും തൊഴിലാളികളുടെ തൊഴിലിലും വ്യവസായികളുടെ വ്യവസായത്തിലും നീ അഭിവൃദ്ധിയും ബറക്കത്തും നൽകണേ തമ്പുരാനെ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഹൈറും ബറക്കത്തുമുള്ള ജോലി നീ നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അവരെ പഠിച്ചവനെ അവസാനം മരണം ഹൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് ഈമാനോടുകൂടി മൗത്തായി നിന്റെ സാലിഹീങ്ങളോടുകൂടി നാളെ സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടി നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, അമ്മോഷന്മാര്, അമ്മായിമ്മമാര്, സഹോദര സഹോദരിമാർ, ഭാര്യ മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, ദുആവസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു തന്നവർ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാ المرسلين والحمد لله رب العالمين. وعلى السلام عليكم ورحمة الله وبركاته.